പക്ഷേ ഈ നിമിഷപ്രിയയുടെ മറ്റേ വിധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, വിമർശനങ്ങൾ, എതിർപ്പുകൾ ഒരുപാട് നമ്മുടെ ചുറ്റും ഇപ്പോൾ വലയം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ദുരൂഹതകളും കാണുന്നുണ്ട്. ഈ നെഗോഷിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, മധ്യസ്ഥർ പറയുന്ന പല കാര്യങ്ങളുമൊക്കെ വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. 2020 ഓഗസ്റ്റ് 27 മനോരമ ഓൺലൈനിൽ സിബി നിലമ്പൂർ ഒരു അഭിമുഖം നടത്തിയിരുന്നു നിമിഷപ്രിയയുമായിട്ട്. അങ്ങോട്ട് ജയിലിലേക്ക് വിളിച്ചു. ഇവര് ജയിലിൽ നിന്ന് തിരിച്ച് ലേഖനെ വിളിച്ചിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് അവർക്ക് അച്ഛനെ വിളിക്കാം, അമ്മയെ വിളിക്കാം, ഫ്രീ ആണ് ജയിലിൽ അവർ അത്യാവശ്യം. അപ്പോൾ ജയിലിൽ നിന്ന് തിരിച്ചു വിളിച്ചു. അത് ഏതോ ബോട്ട് നോവറ്റ പറഞ്ഞ ആപ്പിലാണ് വിളിച്ചത് എന്നൊക്കെ സിബി പിൽക്കാലത്ത് എഴുതിയിരുന്നു. ആ ഇൻ്റർവ്യൂവിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. രാവും പകലും പ്രാർത്ഥനകളുമായാണ് ഇപ്പോൾ കഴിയുന്നത്. ഇത് 5 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. വധശിക്ഷയ്ക്ക് വിധിച്ചതറിഞ്ഞ് കഴിഞ്ഞ ദിവസം വരെ കരഞ്ഞാണ് കഴിഞ്ഞുകൂട്ടിയത്. നാട്ടിൽ ചിലർ സഹായിക്കാമെന്ന് ഏറ്റതോടെ പ്രാർത്ഥനയോടെ കഴിയുകയാണ്. ഭർത്താവിനെയും അമ്മയെയും വിളിക്കാറുണ്ട്. ക്ലിനിക്കിന് വേണ്ടി ചെലവഴിച്ച പണം നഷ്ടമായതോടെ സാമ്പത്തികമായി അദ്ദേഹം ഏറെ തകർന്നു. ഇവിടെ പാലക്കാടുള്ള ടോമി എന്ന് പറയുന്ന ഭർത്താവിനെ പറ്റി പറയുന്നത്, തകർന്നു. ഫോണിൽ ബാലൻസ് കയറ്റി എന്നെ വിളിക്കാൻ പോലും സാധിക്കാത്തത്ര ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. 10,000 രൂപ പോലും എടുക്കാനില്ലാത്ത അദ്ദേഹം എങ്ങനെ 70 ലക്ഷം തന്ന് എൻ്റെ ജീവൻ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുക? 70 ലക്ഷം രൂപയാണ് ബ്ലഡ് മണി, ചോരപ്പണം എന്ന് നിമിഷപ്രിയതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് 8 കോടി രൂപയാണെന്നാണ് മധ്യസ്ഥർ പറയുന്നത്. ഇത് ദുരൂഹതയാ ഇല്ലേ? എന്താണ് ഈ ശരീരത്തിൽ ചോരപ്പണം എന്ന് പറഞ്ഞാൽ അത് കാഫറുകൾക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കാഫർ ഒരു മുസ്ലിമിനെ കൊന്നാൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇതിങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. മാഷിനറിയാവുന്നത് പറയുക. അല്ല സാർ, ദിയ എന്ന് പറയുന്ന ബ്ലഡ് മണി അത് മതവ്യത്യാസമൊന്നുമില്ല. രക്തബന്ധമുള്ള ബന്ധുക്കളാണ്. ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് തെളിഞ്ഞാൽ, അത് ഇൻറ്റൻഷനിലാണ് എന്ന് കോടതിയിൽ തെളിഞ്ഞാൽ, ശരീഅത്ത് കോടതിയിൽ തെളിഞ്ഞാൽ, പിന്നെ ആ കോടതിയിൽ തീർച്ചയായിട്ടും കൊന്നവനെ കൊല്ലാനാണ് വിധി വരിക. ശരീഅത്ത് കോടതിയിൽ അങ്ങനെയാണ്. അത് വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പീൽ കോർട്ടേ ഉള്ളൂ അവർക്ക്. നമ്മുടെ സമ്പ്രദായം ഇന്ത്യൻ പ്രസിഡന്റാണ് ജനാധിപത്യത്തിൽ. അവരുടെ സമ്പ്രദായം ഇവരുടെ ബന്ധുവാണ്. അത് സത്യത്തിൽ ഒരു സാധാരണഗതിയിൽ ഒരു നീതിക്കും നിരക്കാത്ത തരത്തിലുള്ളൊരു വ്യവസ്ഥയാണ്. ഇപ്പോൾ ആർക്കും ആരെയും, ഇപ്പോൾ സാറിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിനെ ജമാൽ ഖഷോഗിയെ കൊന്നു. ഒരൊറ്റ കുറ്റവാളിയും രക്ഷപ്പെട്ടില്ല. കാരണം കൃത്യമായി അവിടുന്ന് ഭരണകൂടം നിയോഗിച്ച ആളുകൾ വന്നിട്ടാണ് തുർക്കിയിൽ വന്നിട്ട് ജമാൽ ഖഷോഗിയെ കൊന്നത്. കൊലയാളികൾ പകൽ വെളിച്ചത്തിലുണ്ട്. അവരുടെ കാരണം ജമാൽ ഖഷോഗിയുടെ നാട്ടിലുള്ള സൗദി അറേബ്യയിലുള്ള കുടുംബാംഗങ്ങൾ ഒന്നുകിൽ ഭീഷണി കൊണ്ട് അല്ലെങ്കിൽ പ്രലോഭനം കൊണ്ട് ഇവർക്കൊക്കെ മാപ്പ് കൊടുക്കുകയും അവരാവശ്യപ്പെട്ട ദിയ മണി മീൻസ് ഈ ബ്ലഡ് മണി അവർക്ക് വേണ്ടി, കുറ്റവാളികൾക്ക് വേണ്ടി സർക്കാർ കൊടുക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഭരണകൂടം സ്പോൺസർ ചെയ്ത ഒരു കൊലപാതകം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കൊലപാതകമാണെന്ന് ഓർക്കണം. ഓവനിൽ കത്തിക്കുകയോ ഈ ആസിഡിൽ, കോൺസെൻട്രേറ്റഡ് ആസിഡിൽ കഷ്ണമാക്കി ഇട്ടിട്ട് ലയിപ്പിച്ചെടുത്തിട്ട് ഡിസോൾവ് ചെയ്തിട്ട് ഈ ഇസ്താൻബുളിലെ ഗട്ടറിൽ ഒഴുക്കുകയാണ് ചെയ്തത്. ലോക ചരിത്രത്തിൽ MBS ആണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ലോകത്തിലെ ഒരു ഫാസിസവും ഈ അറബ് ഫാസിസത്തിന് തുല്യമായ ക്രിയകൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ദിയാമണി കൊണ്ട്, ഈ ബ്ലഡ് മണി കൊണ്ട് രക്ഷപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് ഇത് സത്യത്തിൽ ഏത് കുറ്റവാളിക്കും, പണമുള്ള കുറ്റവാളിക്ക് പ്രത്യേകിച്ച്, അധികാരമുള്ള കുറ്റവാളിക്ക് പ്രത്യേകിച്ച് രക്ഷപ്പെടാനുള്ള സംവിധാനമാണ്. പക്ഷേ അതിൽ ജാതി മത വ്യത്യാസമൊന്നും ഉണ്ട്. ഇപ്പോൾ ജമാൽ ഖഷോഗിക്കില്ല, ഇപ്പോൾ അബ്ദുറഹീമിനില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ. എല്ലാവർക്കും അവരോട് ചോദിച്ചത്, അബ്ദുറഹീമിനോട് ചോദിച്ചത് അത് സൗദി അറേബ്യ. ഈ റഹീമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു സംശയം. അബ്ദുറഹീമിന്റെ കാര്യത്തിൽ മാപ്പോ മറ്റോ 35 കോടി രൂപയോ എന്തോ ബ്ലഡ് മണിയൊക്കെ കൈമാറി എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. എന്നിട്ട് 20 വർഷം
ശിക്ഷ ഉണ്ടായിരുന്നുകൊണ്ട് ഇനി 1 കൊല്ലം കൂടി ആ ശിക്ഷ അനുഭവിച്ചിട്ടേ വിടുന്നുള്ളൂ എന്ന് അവിടെ കോടതി നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയയെ വിടുകയാണെന്നിരിക്കട്ടെ, പക്ഷെ ഈ ശിക്ഷ കാലാവധി അനുഭവിക്കട്ടെ എന്ന് അവിടെയും കോടതി പറയാൻ സാധ്യതയുണ്ടോ? അപ്പൊ ഈ ഉടനെ ഈ ചോരപ്പണം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ വിടും എന്നുള്ള തോന്നലില്ല. ആ തോന്നൽ പാടില്ല, തെറ്റാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വധശിക്ഷ, ജീവൻ രക്ഷിക്കാനുള്ള അവകാശം മാത്രമേ ഈ രക്തബന്ധുക്കൾക്കുള്ളൂ. ജീവൻ രക്ഷിക്കാൻ, ബാക്കി ജീവിതകാലം മുഴുവനും തടവിലിടാൻ പിന്നെ തിരിച്ചു വരും. അതായത് ഈ ബ്ലഡ് മണി വാങ്ങിയിട്ട് അവർക്ക് അവരുടെ ജീവൻ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തിയാൽ അത് കോടതിയുടെ മുമ്പിൽ രണ്ടാമത് വരും. രണ്ടാമത് പിന്നീട് എന്ത് ചെയ്യണമെന്ന് കോടതി തീരുമാനിക്കും. അതൊരു പക്ഷേ ജീവപര്യന്തം തടവാകാം, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ച തടവ് മതി എന്ന് വെക്കാം. അതൊക്കെ കോടതിയുടെ അവകാശമാണ്. ഇതാണ് ചെയ്യാൻ വേണ്ടത്. അതിലിപ്പോൾ ജാതി മത വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിലിപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ട്. തുടക്കത്തിൽ ഇവർ ഈ കുടുംബം നേരിട്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നും മാത്രമല്ല, തുടക്കം മുതലേ ഒരു മനുഷ്യനെ നമ്മൾ നമിക്കണം. അതാ സാമുവൽ ജെറോമിനെയാണ്. അദ്ദേഹം തുടക്കം മുതലേ ഇതിലുണ്ട്. അപ്പോൾ അന്ന് ആവശ്യപ്പെട്ടിരുന്ന ബ്ലഡ് മണി അല്ല. അപ്പോൾ അവർ നേരിട്ട് ആവശ്യപ്പെട്ടതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെടുന്ന എമൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് സാർ. ഇപ്പോൾ ഈ യമൻ ഒരു പാവപ്പെട്ട രാജ്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ തൊട്ടിപ്പുറത്ത് സൗദി അറേബ്യയിലെ ഒരു റിയാലിന് ഇപ്പോൾ 22 രൂപ കിട്ടും, ഇന്ത്യൻ രൂപ. അതേ സമയത്ത് യമൻ്റെ ഒരു റിയാലിന് നമ്മുടെ 35 പൈസ കിട്ടുള്ളൂ. അത്രയും ദരിദ്ര രാജ്യമാണ്. അപ്പോൾ അവർക്കിപ്പോൾ 70 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. മാത്രമല്ല ഇപ്പോൾ 1 മില്യൺ റിയാലാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതെ, അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ 5 കൊല്ലം മുമ്പ് അഭിമുഖത്തിൽ നിമിഷപ്രിയ പറഞ്ഞത് 70 ലക്ഷമാണ് ബ്ലഡ് മണി എന്നാണ്. ഇപ്പൊ എത്ര കോടി എന്ന് പറഞ്ഞാൽ 1 മില്യൺ റിയാലാണ്. മീൻസ് അതാണ് എൻ്റെ കാര്യം. അപ്പോൾ എന്തായാലും ഈ 10 ലക്ഷം റിയാലാണ്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും നിന്ന് കച്ചവടം ചെയ്യുന്നുണ്ടോ? പറയാൻ പറ്റില്ല സാറേ. ഇപ്പൊ ഇവരൊക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ വലിയൊരു വ്യവസായമാണല്ലോ. 5 പൈസ മുടക്കില്ലാതെ നടത്താവുന്ന ഒരു വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ നടത്താവുന്ന വ്യവസായമാണ്. നമ്മുടെ നാട്ടിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് സാറിന് അറിയാലോ. തെരഞ്ഞെടുപ്പുകളിൽ പോലും മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ ബോച്ചെ നടത്തുന്ന കച്ചവടത്തിനും ഇതിപ്പോൾ ഒന്നും കാണാതെ അദ്ദേഹം ഇത്തരം ജീവകാരുണ്യത്തിനൊന്നും ഇറങ്ങൂലല്ലോ. ഈ 2 ജീവകാരുണ്യത്തിലും അദ്ദേഹമുണ്ട്. ബോച്ച ഒരു റോളാണ്, ബോച്ച ഒരു സൂചനയുമാണ്. ഇത് നല്ല കച്ചവടമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഓക്കെ, ഇതിലിപ്പോൾ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം സാറ് പറഞ്ഞ 2 വാക്കാണ്. ഒന്ന്, ഇത് ദുരൂഹമാണ്. ആക്ച്വൽ സ്റ്റാറ്റസ് എന്താണ് എന്ന് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർ പുറത്ത് വിട്ടിട്ട് ക്ലെയിം ചെയ്യുന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത്. രണ്ടാമത്തെ കാര്യം പ്രത്യാശയാണ്. അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ കുട്ടി രക്ഷപ്പെടുമെന്ന്, അല്ലെങ്കിൽ ഞങ്ങളിതാ ബ്ലഡ് മണി സ്വീകരിച്ചിരിക്കുന്നു, ജീവൻ. അതായത് തലാലിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടല്ലോ. ആ പോസ്റ്റ് ഞാൻ വായിച്ചു. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. ഇന്ത്യയിൽ പലതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, ഞങ്ങൾ മാപ്പൊന്നും കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ കുടുംബമായിട്ട് ചർച്ച നടന്നിട്ടുണ്ടോ ഇല്ലയോ? കുടുംബവുമായിട്ട് യാതൊരു ചർച്ചയും നടന്നതായിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഈവൻ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗവൺമെന്റുകൾ എളുപ്പമല്ല സാർ. ഒന്ന്, ഗവൺമെന്റ് ഇല്ല. ഇപ്പോൾ യമന്റെ തലസ്ഥാന ആക്ഷൻ കൗൺസിലിന്റെ ആൾ ഇന്നലെ ഏഷ്യാനെറ്റിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് അയാളോട്, നിങ്ങൾ ഈ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അവർ അടുപ്പിക്കുന്നില്ല, അതായത് ഒട്ടും കാണാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നായിരുന്നു ആദ്യം വന്ന വിവരം. ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നിയത്, ഇപ്പോൾ കാന്തപുരം ഏറ്റവും ഒടുവിൽ അടുത്ത കാലത്തൊന്നും 2022 സാർ ഈ മനോരമ ഓൺലൈനിൽ വാർത്ത വന്ന കാലത്ത് ഈ കുടുംബം നേരിട്ട് എന്ന് കണ്ടത് പാണക്കാട് തങ്ങളെയാണ്. അപ്പോൾ പാണക്കാട് തങ്ങൾ ഇടപെടുന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഒരു മൂവ്മെന്റും പിന്നെ നടന്നായിട്ട് കാണുന്നില്ല. അപ്പോഴാണ് യമനിൽ നിന്ന് വന്നവരല്ലേ, അവിടെ കുറച്ചുകൂടി ബന്ധമൊക്കെ കാണും, ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതിന്റെ പ്രയോജനമൊന്നും ഇതിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് കാന്തപുരം ഇതിൽ ഇടപെട്ടു എന്ന് പറയും. കാന്തപുരം ഇടപെട്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു കാര്യമുണ്ട്, ഇവര് ഷിയ തീവ്രവാദികളാണല്ലോ ഹൂത്തികൾ. ഷിയാക്കൾക്ക് കുറച്ചെങ്കിലും അടുപ്പമുള്ളത് മറ്റു 2 കൂട്ടരോടും അടുക്കൂല. അവർ മൗദൂദികളോടും വഹാബികളോടും അടുക്കൂല. അടുക്കാൻ സാധ്യതയുള്ളത് സുന്നികളുടെ കൂട്ടത്തിലെ സൂഫികളോടാണ്. അവിടുത്തെ ഒരു സൂഫി നേതാവിനോടാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടു എന്ന് പറയുന്നത്. ഒരു പക്ഷേ അവരെ അനുസരിക്കാൻ, ഒരു പക്ഷേ കേൾക്കാൻ, ചെവി കൊടുക്കാൻ സാധ്യതയുള്ള അദ്ദേഹത്തിനാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്നിട്ട് ഇതാ എനിക്ക് വിവരം കിട്ടിയിരിക്കുന്നു, ഇത് മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അതിന് പ്രയോജനം ഉണ്ടായി എന്നാണ്. പക്ഷേ ഈ അറിയിപ്പ് മാറ്റിവെച്ചിരിക്കുന്നു എന്നല്ലാതെ ദിയാമണി സ്വീകരിക്കുമെന്നോ എത്രയാണെന്നോ
ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്ന കാന്തപുരം ഇമാമ് എൻ്റെ ഉപദേശം ഞങ്ങൾ സ്വീകരിച്ചു, നിർദ്ദേശം സ്വീകരിച്ചു, അപേക്ഷ സ്വീകരിച്ചു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിലാകെയുള്ളത് ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി, അറബി വധശിക്ഷയുടെ തീയതി മാറ്റി വെച്ചിരിക്കുന്നു മാത്രമാണ്. ഇനി സാറേ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട അറേബ്യയിലെ എൻ്റെ ഒരു സുഹൃത്ത്, അറബി പൗരനായൊരു സുഹൃത്ത്, സൗദി ബ്രിട്ടീഷ് ബാങ്കിൽ ജോലി ചെയ്യുന്ന, ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് ദീർഘകാലം എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ആളിൽ നിന്ന് ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജ് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊരു സ്ട്രാറ്റജിക്കൽ മൂവാണ്. ലോകം മുഴുവൻ വലിയ കോലാഹലമായി കഴിഞ്ഞ ആഴ്ചയിൽ ഇത് സംബന്ധമായിട്ട്. അപ്പോൾ ഈ ഹൂത്തികൾക്ക് ഉള്ള ഒരു പ്രശ്നം, ഈ സനയിൽ ആളുകൾ ന്യായമായൊരു കോസിന് വേണ്ടി വന്ന് അണിചേർന്നാൽ പോലും, മാസമായിട്ട് ആളുകൾ ഗ്യാദർ ചെയ്താൽ പോലും അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആൾക്കൂട്ടം വന്നു ചേരുമോ? അത് പ്രതിഷേധമാണെങ്കിൽ അത് സനയിലെ, കാരണം ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, വധം എന്ന് പറയുന്നത് പരസ്യമാണോ? പരസ്യമായിട്ടാണ് അവിടെ. അറിയാലോ, അറേബ്യയിൽ വെട്ടിക്കൊല്ലുന്നത് ആളുകൾക്ക് പാഠമാകാനാണ്. ഇനിയിപ്പോ ഇവിടത്തേതും ഞാൻ മനസ്സിലാക്കിയിടത്തോളം യമനിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണത് കാണാൻ വന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമോ? അവർ രോഷം കൊള്ളുമോ? ജയില് തന്നെ തകർക്കപ്പെടുമോ എന്ന ആശങ്കയിൽ തൽക്കാലം ആ പ്രഖ്യാപിത തീയതിയിൽ നടത്തേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്ത് എന്നോടൊരു ആശങ്ക പറഞ്ഞത്, ഒരു പക്ഷേ അതിനർത്ഥം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ മിസ്റീഡ് ചെയ്യരുത്, ഡോണ്ട് മിസ്റീഡ് ദ ടെക്സ്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളത് മിസ്റീഡ് ചെയ്യരുത് എന്ന് വെച്ചാൽ നിമിഷപ്രിയ രക്ഷപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു പക്ഷേ ആളുകളുടെ ശ്രദ്ധ തെറ്റിച്ച് ഇന്ന ദിവസം നടക്കുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ അറിയാതെ പോലും ആ കുട്ടിയെ വകവരുത്തി എന്ന് വരാം എന്ന് അവൻ പറഞ്ഞു. അത്രയ്ക്ക് സ്റ്റോണി മൈൻഡഡ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ കരിങ്കല്ല് പോലെ. അപ്പോൾ ഇതാണ് ഈ സമയത്ത് നമ്മുടെ ദുരൂഹതകൾ വളരെ കൂടുതലാണ്. ഒന്ന്, കുടുംബവുമായിട്ട് സംസാരിച്ചോ, ബ്ലഡ് മണിക്ക് സമ്മതിച്ചോ, ആണെങ്കിൽ എമൗണ്ട് എത്രയാണ്, ആരാണ് മധ്യസ്ഥൻ, ഒന്നും വ്യക്തമല്ല. നമുക്കൊരു കാര്യം, മനസ്സാ ഈ പ്രാർത്ഥിക്കാനും, ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ഇതിൽ ഇടപെട്ട എല്ലാവരോടും, ഉമ്മൻചാണ്ടി തൊട്ട് ചാണ്ടി ഉമ്മൻ വരെ, നമ്മുടെ ഗവർണർ, അതുപോലെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് ഇടപെട്ടുവല്ലോ. അവരെ കൊണ്ടാവുന്ന ആരോടാ സാറേ സംസാരിക്കുക? ഒരു ഗവൺമെന്റ് സംസാരിക്കേണ്ട ഒരു വിദേശകാര്യമന്ത്രി, വേറെ വിദേശകാര്യമന്ത്രി ഇല്ല. യമന്റെ തലസ്ഥാനം അവരുടെ കയ്യിലല്ല. എന്നിട്ട് ഉള്ള ഫയലും പെറുക്കിയിട്ട് ഈ രാജ്യം എവിടെ ഭരിക്കുന്ന അറിയോ? അവർക്കൊരു തീരദേശ നഗരമുണ്ട്, ഏഡൻ എന്ന് പറഞ്ഞിട്ട്. ഏഡനിൽ നിന്ന് സനയിലേക്ക് 12 മണിക്കൂർ യാത്രയുണ്ട്. ഈ ഫയലുകളൊക്കെ കെട്ടിപ്പെറുക്കിയിട്ട് അവിടെ അവശേഷിക്കുന്ന ഭരണകൂടം അവിടെ പോയിരുന്ന ഭരണം നടത്തുന്നത്. അവരുടെ ക്യാപിറ്റലും അതിൻ്റെ കൊട്ടാരങ്ങളും സൗകര്യങ്ങളും ഒക്കെ സനായിലുണ്ട്. അത് മുഴുവൻ ഈ ഹൂത്തികളുടെ കയ്യിലാണ്. ആരോടാ സംസാരിക്കുക? നമ്മുടെ ഭരണകൂടം നിസ്സഹായരാണ്. ഇന്ത്യ ഗവൺമെൻറ് ആവുമെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കും ഒരു ഇന്ത്യൻ പൗരൻ്റെ ജീവൻ, നമുക്കറിയാതെ. പക്ഷേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഇടപെട്ട എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും നമ്മൾ നന്ദി പറയുക. പക്ഷേ അവരുടെ ജാഗ്രത, അവരെ ഇപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ക്ലാരിറ്റി വേണം. നിമിഷപ്രിയയുടെ ദിയാമണി സംസാരിച്ചിട്ടുണ്ടോ? അത് കുടുംബം സമ്മതിച്ചിട്ടുണ്ടോ? ഇനി വേറൊരു കാര്യം കൂടി, അത്യന്തം ഹീനമായ മനസ്സുള്ള കുറേ മലയാളി കൂട്ടങ്ങളുണ്ട്. സാറ് മനസ്സിലാക്കിയെന്നറിയില്ല. ഈ തലാലിൻ്റെ ബ്രദറിനെ കൊണ്ട് ഈ പ്രസ്താവന ഇറക്കിച്ചത് ഇവിടെ തന്നെയുള്ള സാക്ഷാൽ മലയാളികളായ കുറേ ഇസ്ലാമിസ്റ്റുകളാണ് അത്രേ. അവർ പറയുന്നത് എന്താ വെച്ചാൽ 2 കാരണമാണ് അവർക്ക്. ഒന്ന്, ഇത്ര വലിയ അക്രമം കാണിച്ച ഒരാളെ, സ്വാഭാവികമായിട്ട് വികാരമാണല്ലോ, ഇത്ര വലിയ കൊലപാതകം നടത്തിയ ആളെ എന്തിനാണ് ഇപ്പം അങ്ങനെ മോചിപ്പിച്ചെടുക്കുന്നത്? രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ കാന്തപുരം പറയുകയാണെങ്കിൽ തലാലിന്റെ കുടുംബത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ചില മലയാളികൾ ഉണ്ടെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും ഉണ്ട്. നേരിട്ടല്ലെങ്കിലും ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ഇന്നലത്തെ തലാലിന്റെ ബ്രദർ ഞങ്ങൾ മാപ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ കേരളത്തിൽ തന്നെയുള്ള പല ആക്ടിവിസ്റ്റുകളുടെയും ആ കൂട്ടത്തിൽ ഒരാൾ വന്ന് ഇന്നലെ മീഡിയ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. അതായത് ഈ സാമുവൽ ജെറോമിന് ഇഷ്ടമില്ലാത്ത ഒരു ഇടതുപക്ഷ ആക്ഷൻ കൗൺസിലാണ് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. കാരണം ദീപ എന്ന് പറഞ്ഞ ആദ്യഘട്ടത്തില് ഈ നെഗോഷിയേഷനിൽ പങ്കെടുത്തിരുന്ന അഡ്വക്കേറ്റ് ദീപയുടെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. അതിൽ അവര് പറയുന്നത്, ഈ സുഭാഷ് എന്നൊക്കെ പറയുന്ന ഒരാള് സാമുവൽ ജെറോം എപ്പോ ഈ ചർച്ചയ്ക്ക് വന്നാലും സാമുവൽ ജെറോമിനെ അപമാനിക്കുമായിരുന്നു. അതിനുള്ളിൽ ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. രണ്ടാമത്തെ ഒരു പൊളിറ്റിക്സ്, അവിടുത്തെ ഈ ശവന്തീനികളായ വക്കീലന്മാരുണ്ടല്ലോ, $40,000 സാറേ ഫീസ്. ഈ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വക്കീലന്മാർ ഇങ്ങനെ ഒരു ജീവൻ പ്രമാദമായ ഒരു കേസാണെങ്കിൽ സൗജന്യമായിട്ട് പോയി നമ്മുടെ അഡ്വക്കേറ്റ് ആളൂരിനെ പോലുള്ള ഒരു കാത്തിരിക്കുകയല്ലേ ഇവിടെ. അപ്പോൾ ഇതൊന്നും റഹീമിന്റെ കേസിൽ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് തൽക്കാലം ഇപ്പോൾ റഹീമിന്റെ കേസിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പ് കിട്ടി. ദിയാമണിയുടെ രേഖയുണ്ട്.
ഇനിയിപ്പോൾ ആ തടവ് ഒരു കൊല്ലം കൂടി അനുഭവിച്ചിട്ടായാലും ഇറങ്ങുമല്ലോ, ജീവൻ രക്ഷപ്പെടുമല്ലോ. ആവശ്യത്തിലേറെ പൈസയും കിട്ടി പിരിച്ചിട്ട്. 43 കോടിയാണ് അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം എനിക്ക് തോന്നുന്നു 60 കോടിയോ മറ്റോ പിരിഞ്ഞ് കിട്ടി. ജനങ്ങളുടെ മനസ്സ് ഉദാരമാണല്ലോ, അതുകൊണ്ട് കിട്ടും. പക്ഷേ ഈ കേസിൽ അതല്ല. $40,000 ഇവൻ ഫീസ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഉറപ്പുവരുത്തി തന്നാൽ. ആദ്യം 20,000 കൊടുത്തു. $20,000 അത് കരയും വക്കീല്. ആ $20,000 കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്ന് വരെ അടുത്ത ഗഡു ചോദിക്കുകയാണ്. അപ്പോൾ എവിടെ എത്തി, എന്താ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. അയാൾ ഒരു ഇഞ്ചും അനങ്ങിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥിതി. ദുരൂഹമാണ് കാര്യങ്ങൾ. നമുക്കിപ്പോൾ തൽക്കാലം നിമിഷപ്രിയയുടെ ജീവൻ, 2 കാര്യം സാറേ. നിമിഷപ്രിയ ഇപ്പോഴും സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ചെന്നൈയിലെ സെൻട്രൽ ജയിലിലുണ്ട് എന്ന് വിശ്വസിക്കാം നമുക്ക്. 2, അത് കോടതി ഇടപെട്ട് ന്യായമായൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ആ കുട്ടിയുടെ ജീവൻ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ശ്രമിച്ച എല്ലാവരോടും നന്ദി പറയാം മനസ്സാ. അതിലപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദുരൂഹത മാത്രമേ ഉള്ളൂ. ഈ പറയുന്നത് ഓരോരുത്തരും ക്ലെയിം ചെയ്യുന്നത് ഒന്നും തന്നെ വിശ്വാസ്യമല്ല. അതായത് ഇതിൽ ഈ സാമുവൽ ജെറോം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ കാന്തപുരം ഒരു സൂഫി പണ്ഡിതനുമായിട്ടാണല്ലോ സംസാരിച്ചിരുന്നത്. പക്ഷേ സാമുവൽ ജെറോം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോത്രം ഉണ്ടല്ലോ തലാലിൻ്റെ, ആ ഗോത്രത്തിലെ ഒരു തലവനുണ്ട്, നഹ്യ എന്നൊക്കെ പറഞ്ഞ പേര് പറഞ്ഞിരുന്നത്, അദ്ദേഹവുമായിട്ട് സാമുവൽ ജെറോം ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതല്ലേ അപ്പോൾ ശരിയായ റൂട്ട്? അതാണ് ശരിയായ റൂട്ട്. മാത്രമല്ല ഗോത്ര തലവനാണ് ഇവരുടെ അന്തിമമായ കാര്യങ്ങൾ. അവരാണ് ഭരണകൂടം. ബാക്കിയൊക്കെ നമുക്ക് പുറത്തുള്ളവർക്ക് അറിയാനാണ്. ഗോത്ര തലവൻ പറയാതെ ഒരു കുടുംബവും, അറബ് അറിയാലോ, അറബ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നൊമാഡ്സ് ആണ്. ഗോത്ര തലവൻ അറിയാതെ പറയാതെ അന്തിമമായി ഒരു വാക്ക് പറയാതെ ഒരു വീട്ടിലും ഒരു ചെറുവിരലും അനങ്ങില്ല. അതാണ് സ്ഥിതി. അതും ഗോത്ര തലവനോട് സംസാരിച്ചിരുന്നെങ്കിൽ അതാണ് ശരി. പക്ഷേ അതിലൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലല്ലോ. അതല്ല, സാമുവൽ ജെറോം സംസാരിക്കുമ്പോൾ തന്നെ ഈ കാന്തപുരം പരസ്യമായി രംഗത്ത് വന്നതിനെ എതിർത്തിരുന്നു. ആദ്യത്തിൽ എതിർത്തിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അറിയിപ്പിൽ കാന്തപുരത്തിന്റെ പേര് കൂടി വന്നതിന് ശേഷമായിരിക്കാം അദ്ദേഹം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടലും ഫലിച്ചിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കും അത്രേ പറയാൻ പറ്റുള്ളൂ. കാന്തപുരം ഇടപെട്ടിട്ടായാലും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ വിയോജിപ്പൊന്നും പറയേണ്ട നേരമല്ലല്ലോ ഇത്. ഒരു കുട്ടിയുടെ ജീവൻ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ആരായിക്കൊള്ളട്ടെ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താവട്ടെ, പൂർവ്വകാലം എന്താവട്ടെ, അദ്ദേഹം ഇടപെടുന്നുവെങ്കിൽ നല്ലത്. പക്ഷേ ഈ ക്ലെയിം പക്ഷേ വിശ്വസനീയമല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അദ്ദേഹം ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഈ വധശിക്ഷ മാറ്റിവെച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ആ സ്ക്രിപ്റ്റിൽ പോലും ഇല്ല, ആ കത്തിൽ പോലും അത് പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം. 2, മാറ്റിവെച്ചതിന്റെ കാരണങ്ങൾ വേറെയാണെന്ന് മറ്റു പല സോഴ്സുകളും പറയുന്നു. ആ വിവരം കൃത്യസമയത്ത് കേരളത്തിൽ എത്തിച്ചു എന്നതാണ് കാന്തപുരം ഉസ്താദ് ചെയ്ത ഒരേ ഒരു കാര്യം. പക്ഷെ കാന്തപുരം ഉസ്താദിന് മുമ്പ് KV പോൾ എന്നോ ഒരു പോൾ എന്ന് പറയുന്ന ഒരാൾ അതിന് 3 ദിവസം മുമ്പേ ഈ സംഭവം എഴുതിയത് ഞാൻ വായിച്ചു. ആണോ? അതിവിടെ ഒന്നും അത്ര പ്രശസ്തമായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ നിമിഷപ്രിയയുടേത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഏതോ ഫേസ്ബുക്ക് പോസ്റ്റ് ആള് ഷെയർ ചെയ്തിട്ടുണ്ട്. മലയാളിയാ? മലയാളി ഒരു പോൾ. ഇത് അത് ശരി. അപ്പൊ നേരത്തെ വന്ന കാര്യമാണോ ഉസ്താദ് വീണ്ടും തനിക്ക് മാത്രം കിട്ടിയ വിവരം തന്റെ ഇടപെടൽ കൊണ്ട് എന്നൊക്കെ പറയുന്നു? ദുരൂഹമാണ് എന്ന് ഒരിക്കൽ കൂടി. കാരണം ഉസ്താദ് പറയുന്നതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് ഇത് നടന്നു കഴിഞ്ഞാണല്ലോ. അന്ന് തന്നെ ഒരാള്, പക്ഷെ ആ പോള് പറഞ്ഞതിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, മോചിപ്പിക്കാൻ തീരുമാനമായി എന്നും ആണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു ഇത്തിരി കുറവ് വ്യത്യാസമുണ്ടല്ലോ. തീയതി മാറ്റി വെച്ചു എന്നല്ലേ ഉള്ളൂ. പക്ഷെ പോൾ എന്ന് പറഞ്ഞ ഒരാൾ നേരത്തെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് അല്ല, എന്നാലും ഒരു ഹിന്റ്. ഈ പോൾ എന്ന് പറഞ്ഞ ആൾ നേരത്തെ കഴിമരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്നൊക്കെ ആയിരിക്കും. കൊലക്കത്തിയിൽ നിന്ന്, കൊലവാളിൽ നിന്ന് മോചിപ്പിക്കാൻ തീരുമാനിച്ചു നോക്കൽ അർത്ഥത്തിലായിരിക്കും. എന്തായാലും ആ വാർത്ത, നല്ല വാർത്ത വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പണ്ട് ഈ പെരുമഴക്കാലം എന്ന് പറയുന്ന ഒരു സിനിമ ഈ വിഷയമാണല്ലോ കൈകാര്യം ചെയ്യുന്നത്, അറിയാലോ, TR റസാഖിന്റെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതിലാരോ ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ, അറേബ്യയാണ് നാട്, ശരീഅത്താണ് നിയമം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് യമനാണ് നാട്, ശരീഅത്താണ് നിയമം, പോരാത്തതിന് ഹൂത്തികളാണ് ഭരിക്കുന്നത്. ആ ഭരണകൂടത്തിൻ്റെ കൊലവായിൽ നിന്നൊരു കുട്ടിയെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ചെറിയ ടാസ്ക് അല്ല. നല്ല വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ. യമനിൽ നിന്ന് മുമ്പ് ഒരു അച്ഛനെ മോചിപ്പിച്ചിട്ടുണ്ടല്ലോ. മോചിപ്പിച്ചിട്ടുണ്ട്. യമനുള്ള ഒരു സാധ്യത, സുന്നികൾക്ക് സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലമാണ്. സൗദി അറേബ്യ ആണെങ്കിൽ വഹാബി ഭരണമാണ്, അറിയാലോ, സലഫി ഭരണമാണ്.
ഖത്തറിലാണെങ്കിൽ കുറേ കൂടി മൗദൂദി ജമാഅത്തെ ഇസ്ലാമി ഇഖ്വാനുൽ മുസ്ലിമുൻ സ്വാധീനമുള്ള സ്ഥലമാണ്. കുറച്ചുകൂടി സാധ്യതയുള്ള യമനിയാണ്. ഇവരുടെയൊക്കെ നമ്മുടെ ഈ മലബാർ മുസ്ലിങ്ങളുടെയൊക്കെ പൂർവ്വപിതാക്കൾ അവരെയാണ്. ഇവിടുത്തെ റാവുത്തർമാർ തുർക്കികളാണ്, മലബാർ മുസ്ലിങ്ങൾ യമനികളാണ്. പ്രതീക്ഷിക്കാം, നമുക്ക് തൽക്കാലം അതല്ലേ നിവൃത്തിയുള്ളൂ. പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.